ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് സ്ലീവിൽ നിന്നും എങ്ങനെയാണ് ഒരു പഫ് സ്ലീവ് വെട്ടി തയ്ക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബേസിക് സ്ലീവ് വെട്ടി ഇതിൻ്റെ മടക്കി തയ്ക്കാൻ നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുത്തിരിക്കുന്ന ഇത് മടക്കി വെക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ട പഫ് സ്ലീവിൻ്റെ ലെങ്ത്ത്. ഈ പഫ് സ്ലീവിൽ നിന്നും ഈ പഫ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതേ ലെങ്ത്ത് തന്നെ ആയിരിക്കും ബേസിക് സ്ലീവിന്, അതായത് 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു സ്ലീവ് തയ്ക്കണമെങ്കിൽ പഫ് സ്ലീവിന് വേണ്ടി ഈ ബേസിക് സ്ലീവിൽ നിന്നും ഒരു 3 ഇഞ്ച് കൂടുതൽ മുകളിലേക്ക് എടുക്കുക. 3 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും 3 ഇഞ്ച് എടുക്കുക. ഇതിനെ നേരെ താഴേക്ക് കൊണ്ടുവരിക. ഈ ഭാഗത്തിനെ ഇത് എല്ലാം ബേസിക് സ്ലീവിൻ്റെ പോലെ തന്നെ വരക്കുക. ഇതിനെ തമ്മിൽ ഇങ്ങനെ വളച്ച് യോജിപ്പിക്കുക. ഇങ്ങനെ വളച്ച് യോജിപ്പിച്ച് ഈ കോർണർ ഭാഗത്തിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. റിഗാളിൻ്റെ പോയിൻറ്റിൽ. ഈ പോയിൻറ്റിൽ നിന്നും സ്റ്റിച്ച് അലവൻസ് 1 ഇഞ്ചുണ്ട്. ഈ 1 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ നമുക്ക് കൂടുതലെടുക്കാം. ഈ കൈക്കുഴി ഈ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. ഇതിനെ നേരെ സ്റ്റഡിയായിട്ട് താഴത്തേക്ക് വരക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്നും 1 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വളച്ചു വരക്കുക. ഇതാണ് നമുക്ക് 6 ഇഞ്ച് നീളമുള്ള ഒരു പഫ് സ്ലീവ് തയ്ക്കാൻ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് അലവൻസ് വേറെ എടുത്തിട്ടില്ല. ഈ 1.5 ഇഞ്ച് എടുത്തതിൽ തന്നെ സ്റ്റിച്ച് അലവൻസും ഉൾപ്പെടും. ഈ താഴെ ഭാഗം ഈ പഫിൽ നമ്മൾ ചുരുക്കുകൾ ഇടുന്നത്, അതായത് നമ്മൾ നോർമൽ സ്ലീവിൻ്റെ ഒരു കുനുപ്പ് ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് നമ്മൾ നോച്ച് ചെയ്യുക. അതുപോലെ താഴെ ഭാഗത്തും ഈ അറ്റത്ത് നിന്നും ഇങ്ങോട്ടൊരു 3 ഇഞ്ച് എടുത്തിട്ട് അവിടെയും നോച്ച് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ നോച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെ തുടങ്ങി ചുരുക്കുകളിടാം. ചെറിയ തോതിലുള്ള ചുരുക്കുകളാണ് നമുക്ക് ഇടേണ്ടത്. അത് വളരെ ശ്രദ്ധിച്ച് ഭംഗിയിൽ 1/4 ഇഞ്ച് സ്റ്റിച്ച് അലവൻസ് വരേണ്ട രീതിയിൽ ഈ വളവിലൂടെ തന്നെ, ഈ കർവിലൂടെ തന്നെയാണ് നമുക്ക് ചുരുക്കിടേണ്ടത്. അതിൻ്റെ താഴെ വന്ന് നിർത്തുന്നു. കർവ് തെറ്റാതെ നമ്മൾ ചുരുക്കിട്ടത് കൊണ്ടാണ് നമുക്കിത്ര പഫായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ഭാഗേ ചുരുക്കിടാം. അതും നോച്ചിൻ്റെ മുന്നിൽ വെച്ച് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ ഭംഗിയിൽ ശ്രദ്ധിച്ച് ചെറിയ ഫ്ലീറ്റ്സുകളായിട്ട് ഇടുക. ഭംഗിയുള്ള പഫ് സ്ലീവ് കിട്ടി. ഇനി പഫ് സ്ലീവിൻ്റെ താഴെ, ഇത് നമുക്ക് ഉടലിലേക്ക് ചേർക്കുന്ന റിഗാൾ ഭാഗം, ഇത് താഴെ സ്ലീവിൻ്റെ ലൂസ്. ഈ ഭാഗം നമുക്ക് ഒരു പൈപ്പിങ്ങിലൂടെ വൃത്തിയാക്കാം. അതിന് മുന്നേ പറഞ്ഞ പോലെ ക്രോസ് പീസ് വെട്ടി അത് ജോയിൻ ചെയ്ത് ഒരരിക് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇവിടെയും സ്റ്റിച്ച് അലവൻസ് എടുക്കുമ്പോൾ
1/4 ഇഞ്ചിൽ കൂടുതൽ എടുക്കരുത്, കാരണം നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടിരിക്കുന്നത് 1/4 ഇഞ്ചിലാണ്. ഇനി ഇതിനെ പൈപ്പിംഗ് ചെയ്യാം. അതായത് നമ്മളുടെ സ്റ്റിച്ച് അലവൻസ് മുകളിലേക്കിട്ട് ക്രോസ് പീസിനെ മടക്കി താഴേക്ക് വെച്ച് കുഴിയിലൂടെ അടിക്കുന്നു. ഈ സ്ലീവിൻ്റെ ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് എടുക്കുന്നു. ഈ 5 ഇഞ്ചിനെ നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തി മുകളിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മുകളിലേക്ക് അടിക്കുക. ഭംഗിയുള്ള പഫ് സ്ലീവ് കിട്ടി. ഇത് കൊച്ചു കുട്ടികളുടെ ഉടുപ്പിനും വലിയവരുടെ ബ്ലൗസുകൾക്കും എല്ലാം ഒരുപോലെ യോജിക്കുന്ന ഒരു സ്ലീവാണ്.